ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് മാസത്തെ ഫലമാണ് പറയുന്നത്. മെയ് മാസത്തിൽ മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്ന ധനു കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനു കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ അരൂപന സ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ, അതുപോലെ തന്നെ സൂര്യൻ ശുക്രൻ, അതുപോലെ തന്നെ കണ്ടകശനി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 4 രാഹുവും നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിലല്ലെങ്കിലും ഇനി വരാൻ പോകുന്ന കാലം അനുകൂല ഭാവത്തിലാണ് താനും. അങ്ങനെയുള്ള സൂര്യനും, അതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. ആ വ്യാഴം ഏകദേശം പകുതി ആകുമ്പോഴേക്കന്നെ 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഗുണകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നത് ദോഷം തന്നെയാണ്. അതേസമയത്ത് 10-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് ദോഷം തന്നെയാണ്. അപ്പോൾ കേതു കർമ്മത്തേക്ക് എടുത്തെന്നാണ് പറയുന്നത്. കർമ്മദോഷത്തെ ഉണ്ടാക്കും, പ്രതിസന്ധികളെ ഉണ്ടാക്കും, തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഗണപതി ഭഗവാൻ നാളികേര പൂജ, ഗണപതി ഹോമം എല്ലാം നടത്തുന്ന മൂലം അതിന് പരിഹാരമായിട്ട് വരും. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി നന്നായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധൈര്യക്കുറവ്, ആരോഗ്യക്കുറവ് എന്നിവയെല്ലാം വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് മൂലം നല്ല ഉചിതപരമായിട്ടുള്ളൊരു മാറ്റങ്ങൾ, ശാരീരപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. 8-ൽ ചൊവ്വ നിൽക്കുന്നത് കാരണം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കഠിന പായസം, വിളക്ക്, മാല എന്നിവ നടത്തുന്നത് മൂലം, മാസത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്നത് മൂലം ആ ദോഷങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. ഭവന നിർമ്മാണത്തിൽ ധൈര്യത്തിൽ ഇറങ്ങിത്തേക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. കണ്ടകശനിയാണ് തുടങ്ങിയിരിക്കുന്നത്. 4-ാം ഭാവത്തിൽ സ്റ്റാർട്ടിംഗ് ആണ്. അത് കാരണം നിങ്ങൾക്ക് അധികം ദുഃഖിക്കേണ്ടി വരില്ല. അത് കാരണം 4-ാം ഭാവത്തിൽ വാഹനകാരൻ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ ഭവന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും, അതുപോലെ തന്നെ ബന്ധുസമൂഹപരമായിട്ടുള്ള നേട്ടങ്ങളും, അലോപ്പതി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും വരുവാനുള്ള സാധ്യതയും, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം കുറേ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം നല്ല ഉചിതപരമായിട്ടുള്ള സമയവും ശ്രേഷ്ഠമായിട്ടുള്ള ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും, സ്ഥാനമാന കയറ്റങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അനുകൂല ഭാവങ്ങളാണ് കാണുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്യുഗ്രകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. വ്യാഴത്തിൻ്റെ വെളിച്ചം കൂടി വരുന്ന സമയത്ത് ഇവർക്ക് ധനാഗമങ്ങൾ വന്നു ചേരുവാനും, ബിസിനസ് പുരോഗതികൾ വർദ്ധിച്ചു വരുവാനും, ബിസിനസ് നേട്ടങ്ങൾ കൈവരിച്ചു വരുവാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ നല്ല സാങ്കേതികപരമായിട്ടുള്ള വിദ്യകളും മൂലം വിദേശ പഠനത്തിനും വിദേശ ജോലിക്കും, അതുപോലെ തന്നെ അധിഷ്ഠം ഭയങ്കരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതയും, പണപ്പുഴക്കങ്ങൾ, പണത്തിൻ്റെ ലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും, ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് അതിന് ഡബിൾ മടങ്ങായിട്ടുള്ള ധനാഗമങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും, രാജയോഗങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർ കുറേയേറെ ശ്രദ്ധിക്കണം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ സേനാധിപത്യം നൽകുന്നത് യൂണിഫോം ധരിച്ചിരുന്ന മിലിറ്ററി ആണെങ്കിലും, അതുപോലെ തന്നെ പോലീസ് മേധാവികളാണ് ശരി, നാവികസേന, കരസേന വേണം. അതേസമയത്ത് പൈലറ്റ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിമാന സംബന്ധമായിട്ടുള്ള, ആകാശ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, ഷിപ്പ് യാർഡ്, ജലസംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ഈ മാസം വളരെ ഇതാണ്. കടബാധയിൽപ്പെട്ടിരിക്കുന്നവർക്ക് കടത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള കുറേ പടിപ്പടിയായിട്ടുള്ള ഓരോരോ സ്റ്റെപ്പിൽ കൂടി സഞ്ചരിച്ച് അതിനെ ഇല്ലാതാക്കി വരുവാനുള്ള ശ്രമങ്ങൾ നടത്തി വരുവാനുള്ള ശ്രമങ്ങൾ ഒരുപാട് ചാൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ചാൻസ് എല്ലാം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യണം. ദേഹ സംബന്ധമായിട്ടുള്ള ശുശ്രൂഷ പ്രത്യേകം വേണം. ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ട്രീറ്റ്മെൻറ്റുകൾ അതേ സമയത്ത് തന്നെ മരുന്ന് കഴിച്ചു കഴിയുകയും എന്തെങ്കിലും അസുഖങ്ങൾക്ക് ചെറിയൊരു മാറ്റങ്ങൾ വെച്ചുകൊണ്ട് വന്നാൽ കുറവല്ല കൂടുതൽ വരികയാണെങ്കിൽ ഡോക്ടറെ സമീപിച്ച് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് കഴിഞ്ഞു പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതും കാണുന്നുണ്ട്. സഹായഹസ്തങ്ങൾ വളരെ കുറവായിരിക്കും. ഫ്രണ്ട്ഷിപ്പുകളുമായിട്ട് കലയിക്കാനുള്ള ഇടകളുണ്ട്. ചേർത്ത കൂട്ടുകെട്ടുകൾ മൂലം യുവതാക്കൾ വഴിതെറ്റി നടക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി, കഠിന പായസം, വിളക്ക്, മാല എന്നിവയെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ചെയ്യുന്ന പക്ഷം കുടുംബത്തിലുള്ള മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ പറ്റിയിട്ടുള്ള ആകുലത കുറഞ്ഞു വരുവാനുള്ള സാധ്യത കുറച്ച് കൂടുതലായി കാണുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽ അറിയാതെ
യുവാക്കളുടെ തലമുറയിൽ ലഹരി മാഫിയ പടർന്നു വച്ചിരിക്കുന്ന സമയത്ത് കൂട്ടുകെട്ടുകൾ മൂലമാണ് കൂടുതലും ഇത് പടർന്നു കയറുന്നത്. അതുപോലെ തന്നെ സ്ത്രീ സമൂഹങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും കൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ലാഭസ്ഥാനാധിപനായിട്ടുള്ള ഗ്രഹം അനുകൂലപരമായിട്ട് നിൽക്കുന്ന ശുക്രൻ 11-ാം ഭാവത്തിൻ്റെ രാശിൻ്റെ 11-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ അനുകൂല ഭാവത്തിൽ 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് മാളവ്യ യോഗം തന്നെ ഇവർക്ക് ഇപ്പോൾ രാശിപ്രകാരം കാണുന്നുണ്ട്. മാളവ്യ യോഗത്തിൽ നല്ല ഐശ്വര്യ അഭിവൃദ്ധിയും കൊണ്ട് വസ്ത്രലാഭം, ഇഷ്ടഭക്ഷണം, ഇഷ്ടഭോജനം, അതുപോലെ ഇഷ്ടവാഹനം, ഇണയെ തിരഞ്ഞെടുക്കുക, വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുക എന്നിവയെല്ലാം കൂടുതലായി ചാൻസ് കാണുന്നുണ്ട്. പരിഹാര മാർഗങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പരിഹാര മാർഗങ്ങളെല്ലാം നടത്തുന്ന മൂലം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം നേടി നല്ലൊരു അഭിപ്രായം വരുവാനുള്ള സാധ്യത ഈ മാസത്തിൽ മെയ് മാസത്തിൽ ശുഭപ്രതീക്ഷ തന്നെ നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.